സോ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഐസ്ക്രീം മാനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രക്ക് കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്. ഈ സ്കിറ്റിലും പോലത്തെ അപ്ഡേറ്റ് ആണ് ഇനി നമ്മുടെ ഗെയിമിലേക്ക് ആടാനായിട്ട് പോകുന്നത്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ GTA 5 കുറിച്ച് കുറേ കൂട്ടുകാർ കുറേയധികം ഡൗട്ട്സ് നമ്മുടേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അപ്പോൾ ഈ എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ ആയിട്ട് ഞാൻ മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെറിയൊരു ബഗ്ഗാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗെയിമിലേക്ക് കയറുക. ഞാനാണ് ഇവിടെ ഗെയിമിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നേരെ നമ്മുടെ KTM ബൈക്കും കാര്യങ്ങളൊക്കെ വിളിക്കണം. നമ്മുടെ RC ഇല്ല, RCയുടെ കോഡ് ഞാനിവിടെ അടിക്കുന്നുണ്ട്. 1210 നമ്മുടെ RCയുടെ കോഡ്. അത് നിങ്ങൾ അടിക്കുക, എന്നിട്ട് RC വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ RGS ടൂളിൽ കയറുക. RGS ടൂളിൽ കയറിയിട്ട് മോഡ് ഓണെന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ അപ്പം തന്നെ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോൺ വന്നില്ലെന്ന് വരും. ജസ്റ്റ് ഒന്ന് ചാടുകയൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടെ മൊബൈൽ ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ചാടിയിട്ട് ഒന്നുകൂടെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നേരെ RGS ടൂൾ എടുത്തിട്ട് മോഡ് ഓണെന്ന് പറഞ്ഞ് അടിച്ചിട്ട് നേരെ സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് കുറേയധികം ഓപ്ഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ KTM ബൈക്കിൽ 2 വട്ടം തൊടുക. ഇങ്ങനെ KTM ബൈക്കിൽ തൊടുക. ബൈക്കിൽ 2 വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈക്ക് ചെറുതായിട്ടൊന്ന് അവിടെ മൂവ് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നും ഗൈസ്. എന്തായാലും അതാണ് നമ്മുടെ ട്രിക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അത് ചെയ്തിട്ട് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് കയറിയിരിക്കുക. വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ വണ്ടി ചരിഞ്ഞോടുന്നതായിട്ടുള്ളൊരു ഫീല് നിങ്ങൾക്ക് ആ ഒരു വണ്ടിയിലിരുന്ന് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും. എന്തായാലും ഞാൻ ആണെങ്കിൽ ഇവിടെ ചരിഞ്ഞാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ കാണാനായിട്ട് പറ്റും. കുറേ അങ്ങോട്ട് ഓടിച്ചു കഴിയുമ്പോൾ മെയിനായിട്ട് കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു കോപ്പി ഞെക്കുക. ഞാൻ കുറച്ച് സ്ക്രീൻ ഹൈഡ് ആക്കിയിട്ടിരിക്കുന്ന കാരണമാണ് ആ ഒരു ഓപ്ഷൻ ഒന്നും കാണാൻ പറ്റാത്തത്. എന്നാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. കോപ്പി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ 2 ആയിട്ട് മാറുന്നതായിരിക്കും. ഇപ്പോൾ 2 KTM ബൈക്കും അതുപോലെ തന്നെ 2 ധോണിയും നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരു ധോണി ഞാൻ തന്നെയാണ്, മറ്റേ ധോണിയും ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ കോപ്പിയാണ് അതും. ഇപ്പം മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് നമ്മൾ ഗെയിമിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്കും ആ KTM ബൈക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ KTM ബൈക്ക് കയറി ഇരുന്നിട്ട് കോപ്പി എന്ന് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ കുറേയധികം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ കോപ്പി ഞെക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തന്നെ കുറേ കോപ്പികൾ ഇങ്ങനെ വരുന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കുറേ പേര് എടുത്തു കഴിഞ്ഞാൽ ലാഗായിരിക്കും. ഒരു 3 പേരെയൊക്കെ എടുത്താൽ പിന്നെ മാനേജ് ചെയ്ത് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കുറേ 5-6 പേരെയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഗെയിം ഫുള്ളായിട്ട് ലാഗാവും. ഒന്നാമത്തെ കാര്യം നമ്മൾ ബഗ്ഗാണ് വർക്കാക്കി നോക്കുന്നത്. എന്തായാലും ഈ ഒരു ബഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും കുറേയധികം ആനിമൽസിനെയൊക്കെ വിളിച്ച് നോക്കിയായിരുന്നു. കാരണം ഈ ഒരു പുള്ളിയോ ആനിമൽസിനെ വിളിക്കുമോ എന്ന് നമുക്കറിയണം. ഞാൻ മൊബൈൽ എടുത്താൽ പുള്ളി മൊബൈൽ എടുക്കുമോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പുള്ളി മൊബൈലൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പുള്ളിയാണെങ്കിലും നമ്മുടെ ആനിമലിനെ ഒന്നും വിളിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ബൈക്ക് കയറിയിരുന്നപ്പം ബൈക്ക് ഇങ്ങനെ വിറച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കുറേയധികം കോപ്പികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ബൈക്ക് കയറിയിരുന്നുകൊണ്ട് കോപ്പി എടുക്കാനായിട്ട് പറ്റും. മാക്സിമം 3 കോപ്പിയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ആ ചറവറ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പണി വാളും. വേറൊന്നും കൊണ്ടിട്ടല്ല നമ്മുടെ ഗെയിം തന്നെ ഫുള്ളായിട്ട് ലാഗാവും. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡെന്ന് പറയുന്നത് എന്തുവാണ്, എങ്ങനെയാണ് വരാനായിട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു മോഡ് സെക്ഷനിലായിരിക്കാം. മോഡ് സെക്ഷനിൽ പുതിയൊരു മോഡ് ആഡാകും. നമ്മുടെ GTA 5 മോഡെന്ന് പറയുന്നത് ചിലപ്പോൾ അത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ വഴിയേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ മൊബൈലിൽ കളിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നിങ്ങൾക്ക് കാര്യം കത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ കൂട്ടുകാർ ഇന്നലത്തെ വീഡിയോയിൽ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്.
GTA 5 മോഡിനെ കുറിച്ച് വളരെയധികം ചർച്ചകളാണ് ഗീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും. അടിപൊളിയായിരിക്കും, നമ്മുടെ ഗെയിം വേറെ ലെവലിലേക്ക് പോകും. കുറേ കൂട്ടുകാർ അതിന് വേണ്ടിയിട്ട് അപ്പീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് അപ്പീൽ ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലുണ്ട്, നമ്മുടെ ഡെവലപ്പറിൻ്റെ ഒഫീഷ്യൽ ചാനലുണ്ട്. ആ ഒഫീഷ്യൽ ചാനലിൽ പോവുക, എന്നിട്ട് പുള്ളിക്കാരനെ ജസ്റ്റ് ആ പേജിൻ്റെ താഴെയായിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിൻ്റെ പേര് താഴെ ഒന്ന് മെസ്സേജ് ഇടുക, എന്നിട്ട് അതിന് ലൈക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഐസ്ക്രീം വാനും കാര്യങ്ങളൊക്കെ ആഡ് ആവുകയാണ്. ഇപ്പം നിങ്ങൾ അതിശയിച്ച് കാണും, ബ്രോ ഈ ഐസ്ക്രീം വാനൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതെന്ന് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ ഈ സീരിയസ്ലി നമ്മുടെ ഗെയിമിലേക്ക് ഐസ്ക്രീം മാനും കാര്യങ്ങളൊക്കെ ആടാനായിട്ട് പോകുന്നതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞ ലീക്ക്. എന്തായാലും ഐസ്ക്രീം മാൻ നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ പൊളിയായിരിക്കും. നമുക്ക് ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഐസ്ക്രീം മാൻ ഇങ്ങനെ കൊണ്ടുപോയി നടക്കാം, ഓടിച്ച് നടക്കാം, അല്ലാതെ ഈ കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഐസ്ക്രീം നമ്മുടെ ഗെയിമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര കൂട്ടുകാരുണ്ടെന്ന് മസ്റ്റേഡും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര കൂട്ടുകാരെൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെ ഒരു റെഡ് ഹാർട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്ര മാത്രം കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ പുതിയതായിട്ട് വരുന്ന മോൺസ്റ്ററിൻ്റെയും അതിൻ്റെയൊക്കെ ലിങ്ക് ബ്രോയുടെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കേണ്ടതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിലായിട്ട് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അല്ല സോറി ഗൈസ്, നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ വരുന്ന മോൺസ്റ്ററായിട്ടുള്ള ആനിമൽസിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ഇപ്പോൾ മോൺസ്റ്ററിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോരോ ബഗ്ഗിൻ്റെയും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും ആ ഒരു വാട്സപ്പ് ചാനലിൽ എല്ലാ കൂട്ടുകാരും ജോയിൻ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ട്രക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അതിശയിച്ച് കാണും, കാരണം നമ്മൾ അത്ര വലിയ ട്രക്ക് പോലാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. കുറേയധികം ലീക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഗെയിമിലേക്ക് ആടാകും എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് വളരെയധികം ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീനിൽ അതിൻ്റെ പിക്കൊന്ന് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, വീഡിയോ ഇതുവരെയായിട്ടും കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഡെയിലി ഇതിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗെയിമിൽ വരാൻ പോകുന്ന അപ്ഡേറ്റിനെ പറ്റിയും നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാ കൂട്ടുകാരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം വാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നൈസായിട്ടുള്ളൊരു ട്രക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു കാറ് വരുന്നുണ്ട്. കുറേയധികം ഐറ്റംസാണ് വരാനായിട്ട് പോകുന്നത്. ഇത് എത്ര എണ്ണം വരുമെന്ന് എനിക്കറിയത്തില്ല, കാരണം 80% ചാൻസ് ഉള്ളൂ. കാരണം കുറേയധികം നമുക്ക് ലീക്കായിട്ട് കിട്ടുന്നതാണ്. ഇനി അഥവാ വന്നാലും നിങ്ങൾ കണ്ടുവെക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊരു വീഡിയോയിലകത്ത് കാറിൻ്റെ കാണിച്ചു തന്നായിരുന്നു, കാറ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. പിന്നെ എല്ലാ കൂട്ടുകാരും എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ചോദിക്കുന്ന ഒരു കേസ് തന്നെയാണ് നമ്മുടെ GTA 5 മോഡിൻ്റെ കാര്യം. ബ്രോ ഒന്ന് പറയുമോ, ബ്രോ നമ്മുടെ ഡെവലപ്പറിൻ്റെ അടുത്ത് പറയുമോ കൊണ്ടുവരാനായിട്ടെന്നൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ നമ്മൾ ഉൾപ്പെടെ ഇപ്പോൾ അപ്പീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ സാധാരണക്കാരൻ്റെ ഒരുത്തനാണ്, അല്ലാതെ എനിക്കാണെങ്കിൽ പേഴ്സണലായിട്ട് നമ്മുടെ ഡെവലപ്പറിൻ്റെ നമ്പറോ ഒന്നും കിട്ടിയിട്ടില്ല. അത് കാരണം ഞാനും എന്നെക്കൊണ്ട് പറയാൻ പറ്റാവുന്ന രീതിയിൽ ഞാനും പറയുന്നുണ്ട്. അപ്പം നിങ്ങളും പോയി മാക്സിമം നമ്മുടെ ഡെവലപ്പറിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ജിമെയിൽ വഴി മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. അങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ നിങ്ങൾ അപ്പീൽ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ഗെയിമിലേക്ക് നമ്മുടെ ആ ഒരു GTA 5 മോഡ് കൊണ്ടുവന്നേക്കാം. GTA 5 മോഡ് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ കുറേ കൂട്ടുകാർ പറയുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം വാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവരാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഹോളിയാണ് കഴിഞ്ഞത്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹോളിയോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഹോളി ഗണ്ണ് വരുമെന്ന് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി വീഡിയോയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സാധാരണ ഈ പോപ്പൊക്കെ പൊട്ടിക്കത്തില്ല അതുപോലെ ആയിരിക്കും ഈ സാധനവും കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഗണ്ണായിട്ട് കൊണ്ടുവരാനായിട്ട് ചാൻസ് വളരെയധികം കുറവാണ്. കാരണം എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്കത് അവിശ്വസനീയമാണ്.
കാരണം ആ ഒരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ പണ്ടൊരു ഹോളിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവരുമെന്ന്. പക്ഷേ കൊണ്ടുവന്നു, അത് വേറൊരു സാധനമായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്ര കൂട്ടുകാരെ ഓർക്കുന്നുണ്ട് ഗീസ്. എന്തായാലും കഴിഞ്ഞ ഹോളിക്ക് നമ്മുടെ ഡെവലപ്പർ നമുക്ക് വേണ്ടി നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഐറ്റം ആഡാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.